ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ സവാളയാണെങ്കിൽ പകുതി എടുത്താൽ മതിയാവും. പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും വേണം. പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അധികം അരച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഞാനിവിടെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിത് ചെയ്തെടുക്കുന്നത് കുക്കറിലാണ്. ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ മട്ടയരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1 കപ്പ് മട്ടയരി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് 2 ഗ്രാമ്പു, ചെറിയൊരു പീസ് പട്ട, 1 ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കുക്കറിൽ വെച്ചത് കൊണ്ടാണ് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത്. വേറെ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കേണ്ടി വരും. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കണം. പിന്നെ 5 വിസിൽ വേണ്ടി വന്നു എനിക്കിത് കുക്കായി വരാൻ. 5 വിസിൽ വന്നതിന് ശേഷം ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് മാറിയതിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്ത് നോക്കാവൂ. പിന്നെ നിങ്ങളെടുക്കുന്ന കുക്കർ അനുസരിച്ച് വിസിലിൽ മാറ്റം വരാം. എൻ്റെ കയ്യിലുള്ള കുക്കർ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വിസിൽ വരും. അതുകൊണ്ടാണ് 5 വിസിൽ വേണ്ടി വന്നത്. നിങ്ങളുടെ കയ്യിലുള്ള കുക്കറിൽ കുറച്ച് ടൈം എടുത്തിട്ടാണ് വിസിൽ വരുന്നതെങ്കിൽ 5 വിസിൽ വേണ്ടി വരില്ല. ഇത് തുറന്നയോടെ തന്നെ കുറച്ച് കുഴഞ്ഞതുപോലെ കാണും, പക്ഷേ ഒന്ന് തണുത്ത് വരുമ്പോൾ സെറ്റായിക്കോളും. തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.